ഒന്ന് പ്രാർത്ഥിച്ചാൽ തീരാത്ത പാപങ്ങളൊന്നുമില്ല. ഇത് വേദവാക്യമല്ല, ഒരു വില്ലന്റെ വായിൽ നിന്ന് വന്ന ഒരു വാക്കാണ്. പോലീസ് ഇൻസ്പെക്ടറോട് നേരെ നോക്കി പറഞ്ഞതാണ്, പ്രാർത്ഥിച്ചാൽ തീരാത്ത പാപങ്ങളൊന്നുമില്ലെന്ന്. ഇത് പറഞ്ഞതാരാണെന്നറിയാമോ? ക്രൂരതയുടെ പര്യായമായ അഡാഡ് ജോർജ്. ആരാണ് അഡാഡ് ജോർജ്? ആ അഡാഡ് ജോർജിനെ തേടിപ്പോയാൽ നാം ചെന്നെത്തുക മിഖായേൽ എന്ന സിനിമയിലാണ്. ആ മിഖായേൽ എന്ന സിനിമയിലെ ചിരിക്കുന്ന വില്ലൻ, വിശുദ്ധനായ വില്ലൻ, അതാണ് അഡാഡ് ജോർജ്. അയാളുടെ നേരെ വിരൽ ചൂണ്ടുന്നവരെ കൊന്നു തള്ളുന്ന പക്ക ക്രിമിനൽ. അതെ, അയാൾ പറഞ്ഞത് ശരിയുമാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം, ഈ ലോകത്തെ ഒത്തിരി പേരെ സംബന്ധിച്ചിടത്തോളം, നമ്മളുടെ ജീവിതത്തിൽ അവരെയൊക്കെ കാണുന്നു. എല്ലാ ദിവസവും കുർബാന കൂടുന്നവർ ചിലരെങ്കിലും ഇങ്ങനെയാണ്. തങ്ങളുടെ പാപങ്ങൾ കഴുകി കളയാനുള്ള ഒരു വേദി, മറ്റുള്ളവരെ താൻ ശുദ്ധനെന്ന് വിശുദ്ധനെന്ന് പറയിപ്പിക്കാനുള്ള ഒരു തന്ത്രമായി എടുക്കുന്ന ഒട്ടനവധി പേർ. അങ്ങനെ ഒരുത്തനാണ് തെറ്റുകളും പാപങ്ങളും കൊലപാതകങ്ങളും സകല കൊള്ളരുതായ്മകളും കള്ളക്കടത്തുകളും ചെയ്തു കൂട്ടുന്ന ഒരു കൊടും പാപി. ദിവസേന പരിശുദ്ധ കുർബാന കൂടുന്നത് പോലും അയാൾ പറയുന്നത് തന്നെയാണ്, അയാളുടെ പാപങ്ങൾ ഇല്ലാതാകുമെന്നാണ്. ഉറങ്ങുമ്പോൾ, ഉറക്കമുണരുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ് അയാൾ. പ്രാർത്ഥനയിലൂടെയാണ് അയാൾ തുടങ്ങുന്നത് പോലും. പാപക്കറകളെ ഭക്തി എന്ന മറകളാക്കി ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഒത്തിരി ദാനധർമ്മങ്ങൾ ചെയ്യുന്നു. പാവങ്ങളോടുള്ള കരുണ കണ്ടാൽ ഇത്രയും ഭക്തിയുള്ള ഒരു മനുഷ്യൻ ഒരാൾ ആ ഭൂലോകത്തില്ല എന്ന് തന്നെയല്ല, ഇടവകയിലില്ല എന്നാണ് കരുതുക. ഈ മനുഷ്യനാണോ ഇതെല്ലാം ചെയ്യുന്നതെന്ന് മിഖായേൽ എന്ന സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് പോലും ഉൾക്കൊള്ളാനാകില്ലെന്ന് തോന്നുന്നു. എനിക്കും ഉൾക്കൊള്ളാനായില്ല. കാരണം ഇത്രയും നല്ല മനുഷ്യനെ എങ്ങനെയാണ് ഇത്രയും ക്രൂരമായി ഓരോരുത്തരെ കൊന്നുതള്ള കളയാനാവുക? ഒരു പിഞ്ചു കുഞ്ഞിനെ പോലും കൊല്ലാൻ അയാൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോകുന്നത്. അന്തോണിസൂന്യാളെ നേർച്ച നേർന്നുകൊണ്ടാണ് പോകുന്നത്. ദൈവത്തിന് ബലിയർപ്പിച്ചുകൊണ്ടാണ് പോകുന്നത്. എന്നാൽ ദൈവം അവനായി കാത്തുവെച്ചത് മിഖായേലിനെ ആയിരുന്നു. ക്രൂരതയുടെ അന്ത്യം. അതെ, ഓരോ പാപികൾക്കും ദൈവം കാത്തുവെക്കുന്നത് അവരുടെ സമ്പത്ത് കാലത്തോ പ്രതാപകാലത്തോ അവരുടെ യൗവന കാലത്തും ആകില്ലെന്നറിയണേ. നീ ഓടിത്തളയുമ്പോൾ, നീ താങ്ങന്വേഷിച്ച് തിരിഞ്ഞു നോക്കുമ്പോഴാകും നീ ചെയ്തു കൂട്ടിയ ഓരോന്നിൻ്റെയും അസ്ഥി പഞ്ചരങ്ങൾ നിന്നെ നോക്കി പല്ലിളിക്കുന്നതും അട്ടഹസിക്കുന്നതും അറിയുക. തീർച്ചയായും അവർക്ക് ഉണ്ടാകും ദൈവത്തിൻ്റെ അല്ല, സാത്താന്റെ ശിക്ഷ. അതാണ് പറയാനാവുന്നത്. ദൈവം ശിക്ഷിക്കാനുള്ളതല്ല, സാത്താനാണ് ശിക്ഷിക്കുന്നതും അനുഗ്രഹിക്കുന്നതും ഇതുപോലുള്ള സാഹചര്യങ്ങൾ നൽകുന്നതും. എവരെയും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് പാപികളുടെ മാനസാന്തരം അല്ല ഞാൻ പറയുന്നത്, പാപങ്ങളുടെ കൂമ്പാരത്തിനെയാണ് പറയുന്നത്. അതിൽ നിന്ന് മോചനം ലഭിക്കാതെ ചീഞ്ഞളിഞ്ഞ് കൊഴുത്തു നാറിയ ഒരു സ്ത്രീയുടെ ചരിത്രങ്ങളിലേക്കാണ് വരുന്നത്. ഇത് ജീവിക്കുന്ന സാക്ഷ്യമാണ്, ജീവിച്ചിരുന്ന സാക്ഷ്യമാണ്. എവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതെ, ഈ ചേച്ചിയും ദിവസേന പള്ളിയിൽ പോകുമായിരുന്നു, എന്നും വിശുദ്ധ കുർബാന സ്വീകരിക്കുമായിരുന്നു. അതുപോലെ കുമ്പസാരിച്ചില്ലെങ്കിൽ അദ്ദേഹം കുർബാന സ്വീകരിക്കില്ല. അത്രയും തങ്കപ്പെട്ട സ്ത്രീയായിരുന്നു, ചേച്ചിയായിരുന്നു. ഞാനും എൻ്റെ കുട്ടിക്കാലം മുതൽ കാണുമായിരുന്നു. സാരിയെ എന്നും ഉടുക്കുമായിരുന്നല്ലോ. നാട്ടുകാർക്കെല്ലാം അവരെ
ഒത്തിരി ഇഷ്ടവും ആദരവുമായിരുന്നു. കാരണം അത്രയും ഭക്തിയുള്ള ഒരു സ്ത്രീയായിരുന്നു. ഞങ്ങൾക്കും ഇഷ്ടമായിരുന്നു. ഇല്ലികൾക്ക് പൂക്കാൻ ഒരാഗ്രഹമുണ്ടാകും, പക്ഷേ അതോടെ അവയുടെ നാശത്തിനാകും എന്ന് അവയ്ക്ക് അറിയില്ല. ഈ ചേച്ചിക്ക് കാണാനത്ര ഭംഗിയൊന്നുമില്ല, എങ്കിലും നന്നായിരിക്കുന്നു. ഈ ചേച്ചി ജോലി ചെയ്യുന്ന സ്ഥലം അത് അത്രയധികം ജനങ്ങളുള്ള സ്ഥലമല്ല, വളരെ ഏകാന്തമായ സ്ഥലമാണ്. ആ സ്ഥലത്തിനടുത്ത് ഒരു ചെറുപ്പക്കാരൻ എന്ന് പറയാൻ പറ്റില്ല, അയാളും അയാളുടെ ഭാര്യയും 2 കുട്ടികളുമായി അവർ താമസിക്കുകയായിരുന്നു. ഈ ചേച്ചിക്കുമുണ്ട് 2 മക്കൾ. ഭർത്താവ് ഒത്തിരി സന്തോഷമായി ജീവിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. സർക്കാർ എംപ്ലോയിയായ ഭർത്താവ്. ഇത് ഒരു കൂലിപ്പണിക്കാരനായ ഒരു മനുഷ്യനാണ് അവിടെ താമസിച്ചിരുന്നത്. അത്ര വലിയ സാമ്പത്തികമായ അടിത്തറയോ ഒന്നും അയാൾക്കില്ല. എങ്കിലും ഇവരുടെ സ്ഥിരമായ സംസാരം, സ്ഥിരമായ കണ്ടുമുട്ടൽ അയാളോട് ചെറിയൊരു ഇഷ്ടം തോന്നി തുടങ്ങി. ആ ഇഷ്ടം പതിയെ പതിയെ വളർന്ന് പന്തലിച്ച് വള്ളികളും വേരുകളുമായി അങ്ങ് ആകാശം മുട്ടെ വളർന്നു. സ്വപ്നങ്ങളോടൊപ്പം. ഭർത്താവിനേക്കാളും അയാൾക്ക് ഭയങ്കര സ്നേഹമായിരുന്നു ഈ ചേച്ചിയോട്. വാത്സല്യമാണ്. പലതും നൽകുന്നത് പോലും ഭർത്താവ് നൽകുന്നതിനേക്കാൾ സ്നേഹത്തോടെയായിരുന്നു. ഇതിൽ കൂടുതൽ എന്ത് വേണം ആ ചേച്ചി ഫ്ലാറ്റാകാൻ? പതിയെ പതിയെ അവർ പലയിടങ്ങളിലും അവർ സംഗമ സ്ഥാനങ്ങളാക്കി. ഭർത്താവും മക്കളും വീട്ടിലില്ലാത്തപ്പോൾ ആ വീട്ടിലേക്ക് ക്ഷണിക്കുമായിരുന്നു ഇയാളെ. കുറച്ച് ദൂരമാണെങ്കിലും ഇവർ 2 പേരും ആ വീട്ടിലാകുമായിരുന്നു. അത് പലരും കണ്ടു തുടങ്ങി. ആ വീട്ടുകാരും അതിനടുത്തുള്ള അയൽവക്കക്കാരും ഒക്കെ കണ്ട് പലതും പറഞ്ഞു. പലരും ഉപദേശിച്ചു തുടങ്ങി. ഭർത്താവും ആരുടെയും ഉപദേശങ്ങളും ആ ചേച്ചി ചെവി കൊണ്ടില്ല. തനിക്ക് ജോലിയുണ്ട്, സർക്കാർ ജോലിയുണ്ട്, മക്കളെയും ഭർത്താവിനെയും എനിക്ക് വേണ്ട, എൻ്റെ കാര്യം നോക്കാൻ മറ്റാരും വേണ്ട. ആ വീട് ഉപേക്ഷിച്ച്, സ്വർഗമായ ആ വീട് ഉപേക്ഷിച്ച്, ആ സ്നേഹമയിലായ മക്കളെ ഉപേക്ഷിച്ച് ആ സ്ത്രീ വീടോട്ടിറങ്ങി അവനോടൊത്ത് മറ്റൊരു സ്ഥലത്ത്. അവനും പോന്നു തൻ്റെ ഭാര്യയെയും മക്കളെയും ഇട്ടുകൊണ്ട്. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അവൻ ഇവളെ മടുത്തു തുടങ്ങി. കാരണം അവന് വേറെയും ഇതുപോലുള്ള കുറെ സെറ്റപ്പ് ഉണ്ട്. ഇവളോട് ഇവളോട് ഈ ചേച്ചിയോട് താല്പര്യമുള്ളപ്പോൾ തന്നെ അവന് പലവിധ സെറ്റപ്പുകൾ ഉണ്ടായിരുന്നു. അത് ഈ ചേച്ചി അറിയാതെ പോയി. അവനെ സംബന്ധിച്ചോളം കാശ് ചിലവാക്കാതെ ചായ കുടിക്കുന്നവനാണ് അവൻ. മനസ്സിലായിട്ടാണല്ലോ? അതാണവൻ. അവൻ ആ ചേച്ചിയെ പലയിടങ്ങളിലും തൻ്റെ കൂട്ടുകാർക്കായി സംഭാവന ചെയ്തു തുടങ്ങി. പതുക്കെ പതുക്കെ വിൽപ്പന തുടങ്ങി. കാരണം ഇവൻ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിരുന്നു. അങ്ങനെ ആ ചേച്ചിയെ സംബന്ധിച്ചോളം കഴിച്ചിട്ടിറക്കാനാവാത്ത ഒരവസ്ഥയായി. തിരികെ എങ്ങനെ തൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലും? വലിയ മക്കളായി, വീട്ടുകാരും നാട്ടുകാരും സ്വീകരിക്കുകയില്ല. ആ ചേച്ചിക്ക് അവർ ചാർത്തിയ ഒരു പേരുണ്ട്. ആ പേരിലാണ് ആ ചേച്ചി അറിയപ്പെടുന്നത്. കാലങ്ങൾ കടന്നു. പലരുടെയും കൈമാറി കൈമാറി ചുവന്ന തെരുവിലെ അന്തേവാസിയായ ചേച്ചി. അവിടെ എങ്ങും തീർന്നില്ല ആ ചേച്ചിയുടെ ജീവിതം. ദുരിതമായിരുന്നു, ദുരന്തമായിരുന്നു. ശാരീരിക പീഡനവും മാനസിക പീഡനവും ആയിരുന്നു ആ രോഗത്തിന്റെ കാഠിന്യം. ആരും തിരിഞ്ഞു നോക്കാനായില്ല. ആ സ്ത്രീയെ ഉപയോഗിച്ച ആരും, കൊണ്ടു നടന്നവരാരും, പുണ്യമതി എന്ന് പറഞ്ഞും അല്ലെങ്കിൽ സൗന്ദര്യത്തിന്റെ തിരുവെന്ന് പറഞ്ഞ് നടന്നിരുന്ന ആരും നോക്കിയില്ല.
അവളെ ആ ചേച്ചിയെ ഇത്രയും സൗന്ദര്യം വേറെ ആരും ഇല്ലാന്ന് പറഞ്ഞപ്പോ അതിൽ ഫ്ലാറ്റ് ആയതാണ് ആ ചേച്ചി. അപ്പോൾ ആരും തിരിഞ്ഞു നോക്കാതെ വന്ന് മരിക്കുന്ന അവസ്ഥയായി. അവിടെ ഉള്ള ആർക്കോ ഈ ചേച്ചി അഡ്രസ്സ് കൊടുത്തു. എന്റെ ഭർത്താവിനെയോ മക്കളെയോ വിളിച്ചാൽ അവർ വരില്ല, അതിന് പകരം അവർ ഒരു ബന്ധുവിന്റെ ഫോൺ നമ്പർ കൊടുത്തു. അവർ വിളിച്ചപ്പോഴാണ് ഇദ്ദേഹം അറിയുന്നത്. ആരും തിരിഞ്ഞു നോക്കാതെ വന്നപ്പോൾ ഒരിക്കൽ തങ്ങളുടെ എല്ലാമായിരുന്നല്ലോ ഈ മരണത്തോട് മല്ലിട്ട് ജീവിക്കുന്ന ഈ ചേച്ചി എന്ന ചിന്തയാകും ഭർത്താവിന്റെ ഒരു ബന്ധുവിനെ ആ സ്ഥലത്ത് എത്തിച്ചതും അയാളാണ് ഈ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവന്നത്. പക്ഷേ വീട്ടിലും നാട്ടിലും അവർ സ്വീകരിച്ചില്ല. ഒരു ഹോസ്പിറ്റലിൽ കിടത്തി. ആ ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് അന്ത്യശ്വാസം വലിച്ചതും. അവിടെ വെച്ച് തന്നെ അടക്കണമായിരുന്നു. പക്ഷേ അവരൊരു ആഗ്രഹം പറഞ്ഞു, തൻ്റെ നാട്ടിൽ എന്നെ അടക്കണമെന്ന്. അതെ, മക്കളും ഭർത്താവും തിരിഞ്ഞു നോക്കിയില്ല. എനിക്കും കിട്ടി അവരുടെ മരണറിയിപ്പ് സമയവും. ഒരു വീട്ടിലും കാഴ്ചയായി വെച്ചില്ല എന്ന് ഞാൻ അറിഞ്ഞില്ല. ഹോസ്പിറ്റലിൽ നിന്ന് നേരെ സെമിത്തേരിയിലേക്ക് പോയത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ ആദ്യം എത്തിയത് അവരുടെ വീട്ടിലാണ്. അവിടെ നോക്കിയപ്പോൾ ആരുമില്ല, വാതിലൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. ഞാൻ അടുത്തുള്ള ചിലരോടൊക്കെ ചോദിച്ചു. അവരെന്നെ സംശയദൃഷ്ടിയോട് നോക്കി, ഒരു അറപ്പോടോട് നോക്കി, ഒന്നും പറഞ്ഞില്ല. അവർ കാർക്കിച്ചു തുപ്പിപ്പോയി. ഇവൻ ആരടാ കുടുംബവും തേടി വരാൻ? ഇവനും അവളുടെ രഹസ്യക്കാരനാണോ എന്ന്. ആ നാട് മുഴുവൻ അവര് വെറുത്തിരുന്നു. വെറുപ്പിന്റെ പര്യായമായിരുന്നു. ഇത്രയധികം വെറുത്ത ഒരു സ്ത്രീ ആ നാട്ടിലുണ്ടാവില്ല. എല്ലാവരും ഹൃദയത്തിലേറ്റിയ ഒരു സ്ത്രീയായിരുന്നു. ആ സ്ത്രീയാണത്. ലൈംഗിക അരാജകത്വത്തിന് മനുഷ്യരിലൂടെ പകർന്ന രോഗമാണ് ഈ മരണത്തിൽ എത്തിച്ചതും എന്ന് പലരും പറയാതെ പറഞ്ഞു. ആ സെമിത്തേരിയിൽ കൂടി നിന്നവർ. ഞാൻ കേട്ടറിഞ്ഞ് സെമിത്തേരിയിലെത്തി. എൻ്റെ മനസ്സിൽ പണ്ടത്തെ രൂപമായിരുന്നു. ആ രൂപത്തിലാണ് അവർ കണ്ടിരുന്നത്. ഇപ്പോഴും അതാണ് കാണുന്നത്. കാണേണ്ടിയിരുന്നില്ലെന്ന് എനിക്ക് തോന്നി. ഇതാണോ ആ സ്ത്രീ എന്ന് പോലും ചിന്തിച്ചു. അസ്ഥികൂടം, വിരൂപതയുടെ ആൾ രൂപം ആണ് ആ പെട്ടിയിൽ കിടന്നത്. അതെ, ഇത് പലർക്കും ഒരു പാഠമാകണം. പുതിയ വാഹനങ്ങൾ കരുതും തങ്ങൾ കരുത്തിന്റെ പര്യായമാണ്. ഞങ്ങൾ ന്യൂ ജൻ ആണ്, ഞങ്ങളാണ് ഈ റോഡിലെ കിങ് എന്ന് കരുതി ഏത് മലയും ഏത് കാടും ഏത് തോടും കയറുമെന്ന് പറഞ്ഞുള്ള അഹങ്കാരമാണ് അവർക്ക്. അവരുടെ ആ പ്രതാപകാലത്ത്. പക്ഷെ കാലങ്ങൾ കഴിയുമ്പോൾ ഓരോ സർവീസുകളും മെയിൻ്റനൻസുകളും, അതായത് ദൈവത്തോട് ചേർന്നുള്ള ഒരു സർവീസുകളും ഒരു മെയിൻ്റനൻസുകളും ഇല്ലാതെ അവസാനം പൊളിച്ചെടുക്കും ആ വാഹനം. എത്ര വില കൂടിയതാണെങ്കിലും ഏതെങ്കിലും ആക്രിക്കടയുടെ മൂലയ്ക്കാകാം ശ്രമം, ആരാലും നോക്കാതെ. അതാണെങ്കിലോ അതിന് കാലം കാത്തുവെച്ച പ്രതികാരമെന്ന് ചിന്തിക്കില്ല. താൻ പണ്ട് ഈ രാജ്യത്തെ അല്ലെങ്കിൽ ഈ ലോകത്തെ അല്ലെങ്കിൽ ആ നാട്ടിലെ വിശുദ്ധയായിരുന്നു ചിന്തിക്കും. എല്ലാവരാലും ആരാധിക്കപ്പെടുന്ന ആളാന്ന് വിചാരിക്കും, ബഹുമാനിക്കപ്പെടുന്ന ആളെന്ന്. അപ്പോഴും അവർക്ക് തെറ്റാണെന്ന് തോന്നിയില്ല. അവസാന കാലത്തും തൻ്റെ ഭർത്താവിനെയും മക്കളെയും വിളിച്ച് തെറ്റ് ഏറ്റു പറയാൻ അവർക്കായില്ല. അതെ, ഇന്നിൻ്റെ പല സ്ത്രീകളും പലരും പല പുരുഷന്മാരും ഇങ്ങനെ തന്നെയാണ്. അതറിയണം. എവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കും കൂടെ ലഭിക്കുവാൻ ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുവാനായി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ.